നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വൈകിട്ട് 4 മണിക്ക് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, നിയമത്തിന്റെ ഒരു പഴുത് പോലും ഇല്ലാതെ പ്രതിക്ക് അർഹമായ ശിക്ഷ അതിവേഗത്തിൽ ഉറപ്പാക്കണം എന്നത് പൊതുസമൂഹത്തിന്റെ കൂടി ഒരു നിലപാടാണ്. അതിനൊത്ത് ഉള്ള നടപടിക്രമങ്ങളാണോ പോലീസ് സംഘം നീക്കമായി നടത്തുന്നതും? ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ഒപ്പം അന്വേഷണ സംഘത്തെയും അമ്പരപ്പിക്കുന്ന വിശദാംശങ്ങളാണോ ചോദ്യം ചെയ്യലിലൂടെ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഗൂഗിൾ, അതായത് ഇതിൽ 4 മണിക്കാണ് ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്ന് സ്വാഭാവികമായും റിമാൻഡ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ 2 ദിവസത്തിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുകയുള്ളൂ. ഇയാൾ പറയുന്ന പല മൊഴികളിലും പൊരുത്തക്കേടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം ഇയാൾ ആദ്യം പറഞ്ഞൊരു കാര്യം, താൻ ആ വിഷക്കുപ്പി പകുതി കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വിഷക്കുപ്പി പകുതി കഴിച്ചാൽ അത് ഇത്തരത്തിൽ ആൾക്കൊരു പ്രശ്നമില്ലാതെ ഇരിക്കില്ല. അത് പോലീസിന് സംശയമുണ്ടാക്കി വൈദ്യപരിശോധന നടത്തി. വൈദ്യപരിശോധനയിൽ യാതൊരു തരത്തിലൊരു കുഴപ്പവുമില്ല, ഇയാൾ വിഷം കഴിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ സ്വാഭാവികമായും പല കാര്യങ്ങളും ഇയാൾ പറയുന്നതിൽ പൊരുത്തക്കേടുണ്ട്. ഇയാൾ പറയുന്നത് സുധാകരൻ തന്നെ ആക്രമിച്ചു, അതിനെ തുടർന്നാണ് താൻ വെട്ടിയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇയാൾ പോലീസിനോട് പറയുന്നുണ്ട്. അതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതെല്ലാം തന്നെ പോലീസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തൂ. ഇന്ന് SP അടക്കം വ്യക്തമാക്കിയ കാര്യം, പല കാര്യങ്ങളിലും ഇയാൾ മിസ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള മൊഴികൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം പോലീസ് പരിശോധിക്കും. ഇയാൾ കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. അതോടൊപ്പം തന്നെ വൈരാഗ്യം ബുദ്ധിയോടുകൂടിയാണ് പെരുമാറിയത്. അതിൻ്റെ പേരിലാണ് ഈ 2 അരും കൊലകളും നടത്തിയതെന്നുള്ളതാണ്. കാരണം താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം അയൽക്കാരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇയാളിലുണ്ടായിരുന്നു. ആ ധാരണയാണ് ഈ കൊലപാതകങ്ങളിലേക്കൊക്കെ കാരണമായതെന്നും പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ നൽകിയൊരു മൊഴിയിൽ 3 പേരെ കൂടി ഇയാൾ ഇനി കൊലപ്പെടുത്തുമെന്നുള്ളതാണ്. ഭാര്യ, അതോടൊപ്പം തന്നെ മകളുടെ ഭർത്താവ്, ഈ 3 പേരെയും കൂടി കൊലപ്പെടുത്തുമെന്നുള്ള മൊഴി കൂടി ഇയാൾ പോലീസിന് നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇയാളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അതീവ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരാളാണ്. അത് പ്രദേശവാസികളും ഇയാളുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് വളരെ വൈരാഗ്യമാണ്. ആൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അയാൾ ഇത്തരത്തിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ ഇനി പുറത്തു വരാത്ത രീതിയിൽ, പുറത്തു വന്നാൽ ആ പ്രദേശത്തുള്ള പലർക്കും അത് ജീവന് ഭീഷണിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഭീഷണിയാണ്. പുറത്തു വരാത്ത രീതിയിലുള്ള ചാർജുകൾ ഫയൽ ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൃത്യമായൊരു കാര്യങ്ങൾ എഴുതുക, അതോടൊപ്പം തന്നെ തെളിവുകൾ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. വീണ്ടും ഇയാളുടെ വീടും പരിസരത്തും ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. കാരണം ഇയാൾ എവിടെയാണ് വിഷം ഒഴിച്ചു കളയുകയാണോ ചെയ്തത്, അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി അത്തരത്തിലുള്ളൊരു പരിശോധനയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ തന്നെ ഇയാളെ എന്നെന്നും അഴിക്കുള്ളിലാക്കുക, ഈ ജാമ്യം കിട്ടാത്ത രീതിയിലേക്ക് പഴുതുകൾ അടച്ചുകൊണ്ട് ഇയാൾക്ക് കോടതിയിൽ എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരി, ഗൂഗിളാണ് ഇന്നത്തെ പോലീസിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചോദ്യം ചെയ്യലിലൂടെ പ്രതി മുന്നോട്ട് വെച്ച വിശദാംശങ്ങൾ സംബന്ധിച്ചും വിവരങ്ങൾ നൽകിയത്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. കേരള സമൂഹം സാഹൂതം വീക്ഷിച്ച അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഓരോന്നും വളരെ ഗൗരവത്തോടുകൂടി സമൂഹവും കാണുന്ന ഒരു കേസാണിത്. അതിന്റെ വിവിധ വശങ്ങളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP, ഒപ്പം CR നീലകണ്ഠൻ, സാമൂഹ്യ നിരീക്ഷകൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, കൊടും ക്രിമിനലുകളെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല കേസുകളിലും. ഈ കേസിലെ ഈ പ്രതിക്ക് തെല്ല് പോലും ദേഹത്തൊട്ട് തീണ്ടിയിട്ടില്ല. വളരെ ഒരു കൂസലുമില്ലാതെ വന്ന് ഈ കീഴടങ്ങുന്ന പോലീസിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴും അതിനുശേഷമുള്ള ഏറ്റുപറച്ചിൽ, അതൊക്കെ തന്നെ ഇനിയും കുറ്റകൃത്യം ആവർത്തിച്ചേക്കാം എന്ന ധ്വനിയാണ് നൽകുന്നത്. അപ്പോൾ ഈ പ്രതി ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചന, ഈ പ്രതിയിൽ നിന്നും ഇന്ന് ലഭ്യമായ വിശദാംശങ്ങൾ അത് പോലീസിലൂടെ, അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെ കേൾക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീ സുഭാഷ് ബാബുവിന് എന്താണ് തോന്നുന്നത്? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വിശ്വാസം വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർത്തത് ഇവരാണ് എന്ന്, അതായത് ഫിക്സഡ് ആൻഡ് നോട്ട് അമിനബിൾ ബിലീഫ്, അതായത് അദ്ദേഹം പൂർണ്ണമായി അതിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഡെലൂഷൻസ് ഉള്ള പേഷ്യൻസ് എന്നാണ് സാധാരണ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള തകരാറ്, ഈ സാഹചര്യം എപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വൈരാഗ്യമുള്ള, വിദ്വേഷമുള്ള, പകയുള്ള ആ വ്യക്തികളെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് ഇങ്ങനെയുള്ള സ്വഭാവക്കാരിൽ നിന്നും സാധാരണ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഈ പ്രതി എന്നുള്ളത് തിരിച്ചറിയാൻ പോലീസിന് കഴിയാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും അത്
അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതി ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇനി അദ്ദേഹം 3 ആളെ കൂടെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കാത്ത രീതിയിൽ എന്തായാലും ഈ കേസിനെ അനുബന്ധിച്ച് അതിന് അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കോടതി പോലും നേരത്തെ ഒരു ബെയിൽ കൊടുത്തു. ആ ബെയിൽ പോലും ദുരുപയോഗം ചെയ്തു. ആ ദുരുപയോഗം ചെയ്തതിൽ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം ഉണ്ടായത്. അപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, കോടതിയുടെ ഭാഗത്തു നിന്ന് കണ്ട ഒരു ശ്രദ്ധക്കുറവായാലും അല്ലെങ്കിൽ ഒരു അനുകമ്പാപൂർവമായ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയത്. എന്തായാലും ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇനിയും പ്രതിക്ക് ഒരു ജാമ്യം കിട്ടാനുള്ള സാഹചര്യമില്ല. ഈ കേസിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ബെയിൽ കണ്ടീഷൻ മാറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ തന്നെ അയാൾ ഒരു കുറ്റവാളിയായി കഴിഞ്ഞിരിക്കുന്നു. ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തില്ല. അതിന് പോലീസിൻ്റെ ഭാഗത്ത് സുഭാഷ് ബാബു, അയാളുടെ പ്രധാനപ്പെട്ട ഒരു വാചകം അദ്ദേഹത്തിൽ നിന്നും കിട്ടിയത് താനൊരു കടുവയുടെ പരിവേഷത്തോടുകൂടി സ്വയം അങ്ങനെ വിചാരിച്ച് സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്ന ആളെന്ന്. അത് എത്രത്തോളം ഒരു സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ എത്രയോ ആളുകളെ വിധേയരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികരണം സമാനതകൾ ഇല്ലാത്ത വരുമ്പോൾ ഈ പ്രതി എത്രത്തോളം സമർത്ഥനാണ്. മാത്രമല്ല ഈ പ്രതിക്ക് വഴിതെറ്റിക്കുക എന്നുള്ളത് പോലീസിൻ്റെ മുന്നിൽ നൽകിയിരിക്കുന്ന ഈ മൊഴി ഇന്നലെ അധികം പാടുപെടാതെ തന്നെ പ്രതി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് പോലീസ് സംഘത്തോട്. പക്ഷേ അതൊക്കെ പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ കഴിയുന്നതാണോ? പ്രത്യേകിച്ച് സുധാകരൻ എന്ന വ്യക്തി തന്നെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ആക്രമിക്കാൻ വന്നു, അതും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസിനെ വഴിതെറ്റിക്കലാണോ? പിന്നീട് മദ്യക്കുപ്പി വിഷക്കുപ്പി പാതി ഒഴിഞ്ഞു, അത് താൻ കുടിച്ചു എന്ന് പറയുന്നു. പക്ഷേ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ അങ്ങനെ ഒന്നില്ല. അപ്പോൾ സമർത്ഥനായ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണോ ഇത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണോ? അല്ലാതെ മനഃശാസ്ത്രജ്ഞരോട് ചോദിച്ചാൽ ഇതൊരു സൈക്കിക് ക്രിമിനലാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ പക ഒരു സ്ഥിര സ്വഭാവത്തോടുകൂടി നിലനിൽക്കുകയും അതിന് അവസരം കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത സാഹചര്യങ്ങളിൽ അല്ലാതെ അദ്ദേഹം ജോലി ചെയ്യുകയാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും ജയിലിലായാലും ശരി അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവും അനുഭവപ്പെടില്ല. ഇങ്ങനെയുള്ള ആളുകൾ ആ സാഹചര്യത്തിൽ വരികയോ അല്ലെങ്കിൽ ആ വ്യക്തികളെ കാണുകയോ ചെയ്യുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പക പുറത്തേക്ക് വരുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഏത് രീതിയിലുള്ള കുബുദ്ധികളും വിചാരിക്കും, ഏത് വിധത്തിലുള്ള അതിക്രമവും ചെയ്യും എന്നുള്ളതിന് സംശയം വേണ്ട. അതാണ് നമ്മൾ മനഃശാസ്ത്രജ്ഞരോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടാണ്. ഈ ഡെലൂഷനുള്ള ആളുകളെ സംബന്ധിച്ച് അപകടകാരികളാണ്. ഇപ്പോൾ ഭാര്യയെ സംശയമാണെങ്കിൽ ഭാര്യയെ ഒരു രീതിയിലും അദ്ദേഹം വിശ്വാസത്തിലെടുക്കില്ല. എന്തൊക്കെ രീതിയിൽ അവരെ ന്യായീകരിക്കാൻ നോക്കിയാലും അവരത് ബോധ്യപ്പെടുത്താമെന്ന് ചോദിച്ചാലും ബോധ്യപ്പെടില്ല. അതിനാരെ ഇടപെട്ട് സംസാരിച്ചാലും അത് താൽക്കാലികമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പഴയപടിയിലേക്ക് പോകും. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അദ്ദേഹത്തിന് വിദ്വേഷമുള്ള വ്യക്തികളിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെ ജയിലിലോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം 100, 101, 102 വകുപ്പ് പ്രകാരം അവർക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി കോടതിയുടെ സഹായത്തോടുകൂടി ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു ചികിത്സ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് ഒഴിവാക്കാൻ നിർത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന സാഹചര്യത്തിലോ ആ വ്യക്തിയുടെ അടുത്തേക്കോ ഈ ഇങ്ങനെയുള്ള ഈ സൈക്കിക് ക്രിമിനൽസ് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവരത് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തിരിക്കും എന്നുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടും അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന് കൗൺസിലിംഗ് ജയിലിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അടുത്ത ഊഴം ശ്രീ CR നീലകണ്ഠൻ. നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എത്രത്തോളം ഒരു ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ ജയിലിലേക്ക് പോകുമ്പോൾ നമുക്ക് പല പല സ്ക്രീനിങ് മെഷേഴ്സ് ഉണ്ട്. നമുക്ക് അതൊക്കെ അനുവർത്തിച്ച് ഒരു ശിക്ഷ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാലയളവിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരോളോ അല്ലെങ്കിൽ ജാമ്യമോ ഒക്കെ ലഭിക്കുമ്പോഴും അവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. സമൂഹത്തിലേക്കാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പരാജയമായിരുന്നു. അത് നമ്മൾ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അന്ന് ഈ പറഞ്ഞതുപോലെ നമുക്കിനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. 2 പേർ ഈ ഭൂമിയിലില്ല. അവരുടെ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പരാജയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മാത്രമല്ല നമ്മളീ പറഞ്ഞുവല്ലോ, ആ പ്രതിയെ പിടിച്ച ശേഷം നമുക്ക് സാധാരണ കൊടും ക്രിമിനലാണെങ്കിലും മാധ്യമങ്ങളിലേക്ക് മുൻപിലേക്ക് വരുമ്പോൾ മുഖം മറയ്ക്കുകയോ അല്ലെങ്കിൽ ചെയ്തു പോയ കുറ്റത്തിൽ എന്തെങ്കിലും തരത്തിലൊരു മനസ്താപം, ഒരു കണിയ പോലും ഉണ്ടാകും, കണിയെങ്കിലും. പക്ഷെ ഇതൊന്നുമില്ലാതെ വളരെ കൂളായി വന്ന് നിൽക്കുന്ന ഒരു വിചിത്ര സ്വഭാവക്കാരൻ. അത് എത്രത്തോളം സമൂഹത്തിന് ഹാനികരമാണ്, സമൂഹത്തിന് എത്രത്തോളം വൈറസാണ് ശ്രീ CR? തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങൾ
ഇപ്പൊ ഈ 2 കൊലപാതകങ്ങൾ തീർച്ചയായും നമ്മുടെ നീതിന്യായ നിയമ സംവിധാനത്തിന്റെ ദയനീയ പരാജയമാണ്. കാരണം നേരത്തെ നമ്മുടെ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇയാൾക്ക് ബെയിൽ കൊടുക്കുമ്പോൾ ഇയാൾ പുറത്തു വരുമ്പോൾ നെന്മാറയിൽ പോകരുത് എന്ന് വളരെ കൃത്യമായ അറിയിപ്പുണ്ടായിരുന്നു. ഇയാൾ നെന്മാറയിൽ വന്ന് താമസിക്കുന്നുവെന്ന് സുധാകരൻ പോലീസിൽ പരാതി കൊടുത്തതാണ്. അങ്ങനെ പരാതി കിട്ടിയിട്ട് പോലും ഇയാളെ ഒന്ന് നിരീക്ഷിക്കാൻ ഒരു നടപടിയെടുക്കാത്ത സംവിധാനമാണ് ഈ കൊലപാതകങ്ങൾക്ക് ഒന്നാമത്തെ പ്രതി. നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് മാനസികമായ ഡിലൂഷൻ ഉണ്ടാവാം, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽ വൽക്കരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും അതിൽ വേണ്ട. ഇപ്പൊ പറവൂര് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടില്ലേ നമ്മൾ പറവൂര് ഒരു വിഷയം ചർച്ച ചെയ്തു. 4 പേരെ അതിക്രൂരമായി വെട്ടുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പ്രതിയെ നമ്മൾ കണ്ടു. അയൽക്കാരെന്തോ പട്ടിയുടെ വിഷയമോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഏത് ക്രിമിനലുകൾക്കും ഇവിടെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇയാൾക്ക് അവിടെ ഒന്ന് താമസിക്കാൻ കഴിഞ്ഞത് എന്ന ഒറ്റ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യമുണ്ട്. ഒരു SHOനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു SHOനെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സുഭാഷ് സാർ അടക്കമുള്ളവർക്ക് അറിയാം സസ്പെൻഷൻ ഇവർക്ക് ഒരു ഗുണകരമായ കാര്യമാണ്. കാരണം 5 ശമ്പളം കിട്ടും, 5-6 മാസം കഴിഞ്ഞാൽ ഇവരെ ആരും അറിയാതെ തിരിച്ച് സർവീസിലെടുക്കും. അത് കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊമോഷൻ കിട്ടും. പോലീസിലെ കുറ്റവാളികൾ ഇങ്ങനെ തഴച്ചു വളരുകയാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം പക്ഷേ സിആർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പോലീസ് സേന എന്താണ് മഹത്തരമായ പോലീസ് സ്റ്റേഷനും പോലീസ് സേനയുമാണ്. എത്രയോ പ്രതികളെ അതിവൈദഗ്ധ്യമായിട്ട് ഏതോ സ്റ്റേറ്റുകളിൽ നമ്മൾ പോയി പിടിച്ചെടുക്കുന്ന പോലീസ് സേന. പക്ഷേ ചില കേസുകൾ എന്താണ്, ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി പോയി കഴിഞ്ഞാൽ അത് ഗൗനിക്കേണ്ട ഒരു കേസ്, ഒരു കുറ്റവാളി, ആ കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന ബെയിൽ, അത് ഇപ്പോഴെന്താണ് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആ ബെയിലിലെ വ്യവസ്ഥകൾ അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ ചെന്താമരയ്ക്ക് ആരെങ്കിലും പിൻബലമുണ്ടോ, ഇയാൾക്കെതിരെ കേസെടുക്കുന്നതിൽ ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതോ ഈ SHOന്റെ നിസ്സംഗത മാത്രമാണോ? SHOന്റെ നിസ്സംഗത മാത്രമാണ് എന്ന് കരുതാൻ പറ്റില്ല. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ വളരെ ശേഷിയുള്ള ഒരു പോലീസ് സേനയാണ് നമ്മുടെ. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല അറിവുള്ള, ക്രിമിനോളജിയൊക്കെ നന്നായി പഠിച്ച, പലരും നിയമം പോലും പഠിച്ച ആളുകളാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും. അതുകൊണ്ട് നിയമം ബിരുദം തന്നെ എടുത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ സംഭവിക്കാം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു കൊടി സുനിക്ക് പരോള് കിട്ടി. കൊടി സുനിക്ക് എങ്ങനെയാ പരോള് കിട്ടി? ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാ പരോള് കിട്ടി? അതിൽ തന്നെ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമാക്കി ഹൈക്കോടതി ശിക്ഷിച്ച ഒരാളെ പരോളിന് വിടുന്നത് പരോൾ റൈറ്റ് ആണെന്ന് പറയുന്നത്. പരോൾ എന്ത് റൈറ്റ് ആണ്? ഇയാൾക്കും പരോൾ റൈറ്റ് ആണ്, ചെന്താമരയ്ക്കും പരോൾ റൈറ്റ് ആണ്, ചെന്താമരയ്ക്കും ജാമ്യം റൈറ്റ് ആണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്തിനാണ് ശിക്ഷ? അവിടെയാണ് ആദ്യത്തെ ചോദ്യം. ക്രിമിനോളജിയിൽ ആദ്യത്തെ ചോദ്യം, സുഭാഷ് സാറിന് എന്നേക്കാൾ നന്നായി പറയാൻ പറ്റും, എന്തിനാണ് നമ്മൾ ഒരാളെ ശിക്ഷിക്കുന്നത്? പല കാര്യങ്ങളും. ഒന്ന് പ്രതികാരാത്മകമായി, അതിപ്പോ ചെയ്യാറില്ല. മറ്റൊന്ന് അയാളെ മാറ്റിയെടുക്കാൻ വേണ്ടി. മൂന്നാമത് ഡിറ്ററന്റ്, ഇനി നിങ്ങൾ ചെയ്യില്ല, വേറൊരാളും ഇത് ചെയ്യാതിരിക്കണം എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഈ നമ്മുടെ ശിക്ഷയിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഒന്നും നിർവഹിക്കപ്പെടുന്നില്ല. 5 വർഷം ജയിലിൽ കിടന്ന ഇയാൾക്ക് അത് പറയുമ്പോഴാണ് ഈ ചില താല്പര്യങ്ങളുടെ പ്രശ്നം കൂടിയാണോ? നമ്മളിപ്പോൾ ഈ ദുർഗതി ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും 14-15 വർഷത്തിന് ശേഷം ഒരു കൊടിയ കുറ്റവാളിക്ക് ഈ ജയിൽവാസം പൂർത്തീകരിച്ചുകൊണ്ട് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ 10-20 വർഷമൊക്കെ പൂർത്തിയായ ആളുകൾ, നടക്കാൻ പോലും മുട്ടിലൊക്കെ ഇഴഞ്ഞുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും പട്ടികയിൽ വരാതെ ഈ ശിക്ഷാ കാലയളവിലൊക്കെ തന്നെ അനധികൃതമായിട്ട് പരോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് സുഖിച്ച ആളുകളൊക്കെ, ഞാൻ പറഞ്ഞത് ഷെറിൻ വധക്കേസുമായി കാർണവർ വധക്കേസിലെ പ്രതി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേക താല്പര്യപ്രകാരം, ചിലരുടെയൊക്കെ താല്പര്യപ്രകാരം പട്ടികയിൽ വന്നു പെടുകയാണ്. അപ്പോൾ താല്പര്യങ്ങളും ഒരു പ്രശ്നമാണല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് പ്രശ്നം. അതാണ് യഥാർത്ഥ പ്രശ്നം. കാരണം ഇവർക്ക് സൗകര്യപ്രദമായി, സ്വതന്ത്രമായി ഈ സമൂഹത്തിൽ തങ്ങളുടെ ക്രിമിനൽ കേസ് നടത്താം. ഞാൻ അതുകൊണ്ടാണ് ഷാരോണിന്റെ കാര്യത്തിലായാലും കൊടിസുനിയുടെ കാര്യത്തിലായാലും നമ്മൾ കണ്ടത്. കൊടിസുനി ഇവിടെ വന്നിട്ട് വേറെ ക്രിമിനൽ പ്രവർത്തനം നടത്തുക, പരോളിലിറങ്ങിയാൽ മറ്റ് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു, ജയിലിലിരുന്ന് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്നു. ഈ കുറ്റവാളികൾ, ഈ ക്രിമിനലുകൾ, കൊടും ക്രിമിനലുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവർക്ക് ഒരു തടസ്സങ്ങളുമില്ല, അവരാരും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ സമൂഹം ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നതിൽ എന്താ തെറ്റുള്ളത്? ഇപ്പൊ സുധാകരൻ ഇദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് തന്നെ പറയും. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണത്, സുധാകരന്റെ വീട്ടിൽ വെച്ചാണല്ലോ സംഭവം നടക്കണേ. ഈ പ്രതി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രതി പറഞ്ഞതൊക്കെ
അയാൾ ഡെല്യൂഷനാണ്, അയാൾക്ക് മറ്റേ 84-ന്റെ അതൊന്നും കിട്ടാൻ പാടില്ല. അയാൾക്ക് മാനസിക രോഗിയൊന്നുമല്ല. അയാൾ വളരെ കൃത്യമായി, മാനസിക രോഗി എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായത് മാനസിക രോഗിയൊന്നുമല്ല. അയാൾ വളരെ കൃത്യമായി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമല്ലേ, 2 കൊലപാതകമല്ലേ ഇത്. ഇനി അയാൾക്ക് കിട്ടിയാൽ അയാൾ ഇനി കൊലപാതകം ചെയ്യും. ഇയാളെ ഇപ്പൊ ശിക്ഷിച്ചു എന്ന് തന്നെ വെക്കുക. ശിക്ഷിച്ചു കഴിഞ്ഞാൽ 3-4 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് പരോള് കിട്ടും. ഒരു ജീവപര്യന്തോ ഇരട്ട ജീവപര്യന്തോ കിട്ടിയാലും പരോള് കിട്ടാനുള്ള വകുപ്പുണ്ട്. പരോള് കിട്ടിയാൽ ബാക്കിയുള്ളവരെ ഇയാളുടെ ഭാര്യയും മകളെയും മകളുടെ ഭർത്താവിനെയും കൊല്ലുന്ന ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഇയാൾ ചെയ്താൽ നമ്മൾ എന്ത് പറയും? ഇയാള് ആരാ മോണിറ്റർ ചെയ്യാനല്ലേ ഇവിടെ? അങ്ങനെ ഒരു പരോളും ജാമ്യവും മോണിറ്റർ ചെയ്യുന്ന ആരാ ഉള്ളേ? അങ്ങനെ ഒരു സംവിധാനമില്ല. അതാണ് പ്രശ്നം. ആ സംവിധാനം ഇല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യനെ ജീവിക്കുക, സമാധാനപരമായി ജീവിക്കുക എളുപ്പമല്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. എളുപ്പമല്ല. അതാണ് ഞാൻ അങ്ങനെയൊക്കെ ഞാൻ വരാം. ശ്രീ സുഭാഷ് ബാബു, അതായത് പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. കാരണം ഒരാളങ്ങ് തുനിഞ്ഞിറങ്ങുകയാണ്. അവന് പറവൂർ കേസിൽ നമ്മൾ എന്താണ് കണ്ടത്? അവന് മാനസിക രോഗിയാണെന്നൊരു നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് പോലീസ് വരുമ്പോൾ കാണിക്കുമ്പോൾ പോലീസ് അവിടെ മടങ്ങി പോവുകയാണ്. അപ്പോൾ മാനസിക രോഗി എന്ന പരിവേഷം കിട്ടുമ്പോൾ എന്താണ് കിട്ടി അവസാനം ഒരു കുടുംബത്തിൽ കയറി അങ്ങ് താണ്ഡവമാടി ആ 3 പേരെ ഇല്ലാതാക്കി. നമുക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് സാറേ. നോക്കൂ, ലഹരി മൂത്ത് നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ വാഹനത്തിൽ വന്ന് ആരെങ്കിലും തട്ടിയിട്ട് പോയാൽ പോലും, അല്ലെങ്കിൽ നമുക്ക് മുറിവേറ്റാൽ പോലും ക്ഷമിക്കേണ്ട കാലമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ പ്രതികരണം എത്രമാത്രം രൂക്ഷമായിരിക്കും. കയ്യിലിരിക്കുന്ന പിച്ചാത്തി നമ്മുടെ പള്ളക്ക് കയറ്റുന്ന കാലമാണ്. അപ്പോൾ എന്തിൻ്റെ പിഴവാണത്? സിസ്റ്റത്തിൻ്റെ പിഴവാണോ? ജീവിക്കേണ്ട നാട്ടിലെ ജനങ്ങൾക്ക്? ശ്രീ സുഭാഷ് ബാബു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികളെ ഇപ്പോൾ ഈ 2 കേസിൽ, പറവൂർ കേസായാലും ഈ കേസിലായാലും ശരി, അത് ആ 2 വ്യക്തികൾക്കും നിയമപരമായിട്ട് യാതൊരു രീതിയിലും മാനസിക വൈകല്യത്തിൻ്റെ ആനുകൂല്യം പോലീസിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പോലീസ് ഒരു തീരുമാനമെടുത്ത് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസിന് മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ക്രിമിനലിന്, ഒരു കുറ്റവാളിക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് വിടുതൽ നൽകാൻ പോലീസിന് അധികാരമുണ്ടെന്ന് ലോകത്തെവിടെയും ഒരു നിയമം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ തീരെയില്ലല്ലോ. അപ്പോൾ അതാണ് പറവൂരിലെ പ്രശ്നം. ഇവിടുത്തെ ആണെങ്കിൽ എന്താ പറയുക, അയാൾക്ക് മാനസികമായിട്ട് അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും. അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ അവർ നോക്കണം. ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസരത്തെ വിളിച്ചു പറയാണ് ഞാൻ മറ്റവരെയും കൊല്ലും. അങ്ങനെയുള്ള ആളുകൾ ജാമ്യത്തിലിറങ്ങിയിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ പാടില്ലെന്ന് അവിടെ വന്ന് താമസിച്ചിട്ട് പോലീസ് അറിയാത്തതുകൊണ്ടാണെന്ന് സാധാരണ ബുദ്ധിയിലുള്ള ആളുകൾക്ക് വന്നാലും ശരി, ഏതെങ്കിലും രീതിയിലുള്ള അത് എന്തിൻ്റെ സ്വാധീനമാണെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലുണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അത്രമാത്രം മണ്ടനാണോ തൻ്റെ ജോലിയിൽ ഇത്രയും വലിയ വീഴ്ച വരുത്തിയിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 കൊലപാതകത്തിന് അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ ഉത്തരവാദി. പകുതി ശമ്പളം വാങ്ങിച്ച് വീട്ടിലിരിക്കാം സാർ, പകുതി ശമ്പളം വാങ്ങിച്ച് വീട്ടിലിരിക്കാം. കാരണം എത്ര കൃത്യവിലോപം കാട്ടിയാലും പകുതി ശമ്പളം വാങ്ങിച്ച് വീട്ടിലിരിക്കാം. എന്താണ് ഈ പ്രതി ഇനിയിപ്പോൾ എന്താണ്? നമ്മൾ തിന്നുകൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതികളെ കണ്ടിട്ടുണ്ട് പല പ്രമാദമായ കേസുകളിലും. അതുപോലെ അനുവർത്തിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ജനം അതിവൈകാരികമാണ് ഇന്നലെ പ്രതി പെരുമാറിയത്. പക്ഷേ അതുണ്ടാകാൻ പാടില്ല. കാരണം നിയമ സംവിധാനത്തിൽ പോകുന്ന ഒരു നാടാണ്. നിയമത്തെ ബഹുമാനിക്കണം. നമ്മളാരും നിയമം കയ്യിലെടുക്കാൻ ഉള്ളവരല്ല. പക്ഷേ ഇത്തരം കേസുകളിൽ ഒരു പരമപ്രധാനമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള സിസ്റ്റം നമുക്ക് വേണം. അതുണ്ടാകാത്തതിൻ്റെ പിഴവാണ് 2 കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് അവരുടെ കണ്ണീരും ആ നിലവിളിയും ഇന്നും ഇപ്പോഴും മനസ്സലിവുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് തറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള നിയമ സംവിധാനം എത്രത്തോളം ഉറപ്പാക്കണം? പുതിയ സംഹിതയിൽ നടക്കം നമുക്ക് എന്ത് പൂർണ്ണാർത്ഥത്തിലുള്ള നീതി പ്രതീക്ഷിക്കാം? ശ്രീ സുഭാഷ് ബാബു. അല്ല, ഇതിൽ നിയമ സംവിധാനങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. തന്നെയല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്വഭാവം, ആ ഡെല്യൂഷൻസ് ഉള്ള ഇതേമാതിരി സ്ഥിര സ്വഭാവത്തോടുകൂടി ആരോടെങ്കിലും വിദ്വേഷം നിലനിൽക്കുന്ന, സംശയം നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ അതീവ ഗൗരവത്തോടുകൂടി വേണം റിമാൻഡിൽ സൂക്ഷിക്കുന്നതിനും ജയിലിൽ പാർപ്പിക്കുന്നതിനും. ആ അവസരത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവക്കാരനാണെങ്കിൽ ആ വ്യക്തിയെ വളരെ കർശനമായ രീതിയിൽ കൗൺസിലിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസിക പരിവർത്തനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തണം. ഈ വ്യക്തിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു സാഹചര്യത്തിലുണ്ടായ ആളുകൾ വീണ്ടും വെല്ലുവിളിച്ച് പോയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള പരിഗണനാർഹമായ ഒരു കൗൺസിലിങ്ങോ മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അതാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ ഇതേമാതിരി വെല്ലുവിളിച്ച് ഞാൻ കൊല്ലുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു വ്യക്തിയെ ബെയിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസിന് ഒരു റിപ്പോർട്ടോടുകൂടി അവിടെ കൊണ്ട് കൊടുക്കാം.
അത് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും, അല്ലെ കുഴപ്പക്കാരനല്ല അവനവിടെ നിന്ന് എന്നാലും അവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ പോലും ഈ പരാതികൾ വന്നു, അത് ഒരാളുടെതല്ല, അവരുടെ എതിർകക്ഷികളുടെ അല്ല വരുന്നത്, നാട്ടുകാരുടെ പരാതി വരുമ്പോൾ അത് ഗൗനിച്ചാൽ എന്താണ് പ്രശ്നം സാറേ? ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വന്നു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കാൻ സംവിധാനത്തിന്റെ പ്രശ്നമാണോ, അതല്ല ഇനി അതിന് വേണ്ടുന്ന അനുബന്ധ സംവിധാനങ്ങൾ നമുക്ക് അതിന്റെ പോരായ്മയാണോ, എന്താണ് ഇവർക്ക് പ്രശ്നം? ഇതിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നം സാധാരണ പോലീസിൽ ഏറ്റവും നല്ലത്, പോലീസിൻ്റെ എഫിഷ്യൻസിയുടെ ഒരു ഭാഗം തെറ്റുകൾ, അതായത് ഇൻഅഡ്വർട്ടൻ്റ് ഒമിഷൻ, അതായത് കരുതിക്കൂട്ടി അല്ലാത്ത അബദ്ധങ്ങൾ പോലീസുകാർക്ക് പറ്റാം. പക്ഷേ ഇതൊക്കെ കരുതിക്കൂട്ടി ബോധപൂർവം ചെയ്യുന്ന അബദ്ധങ്ങളല്ലേ, തെറ്റുകളല്ലേ. ഈ തെറ്റുകളെ നമ്മൾ സാധാരണ രീതിയിൽ നേരിട്ടാൽ മതിയോ? പറ്റില്ല. പോലീസിൽ പൊതുവെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടിക്കടിക്ക് ഒരേ രീതിയിലുള്ള അലംഭാവം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വരുന്നത് എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല? കാരണം ഇങ്ങനെ വരുത്തിയ ഒരാളെ അത്രയും ഗൗരവതരമായത് ഒരു കേസിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താൻ ചെറിയ രീതിയിലൊക്കെ പറ്റും, അത് കോടതി പോയി വിടട്ടെ എന്ന്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനാസ്ഥ കാരണം പറഞ്ഞാൽ നമ്മൾ വീഴ്ച വരുത്തി എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വീഴ്ച വരുത്തിയ നടപടിയിൽ പോലീസ് ആക്ട് പ്രകാരം ചെറിയൊരു വകുപ്പേ ഉള്ളൂ. എന്നാൽ തന്നെയും ആ വകുപ്പെങ്കിലും ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചാർജ് വിട്ടിട്ട് കോടതിയിൽ പോയി നിൽക്കട്ടെ. ഇതെന്താന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഒരു മൃദു സമീപനം എടുക്കുകയാണ്. തൽക്കാലം സസ്പെൻഡ് ചെയ്തു, ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി വെക്കും, അത് സ്വാധീനിക്കാൻ വളരെ നിസ്സാരമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ആണ് എൻക്വയറി നടത്തുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അധികം സാക്ഷികൾ, അതേപോലെ തന്നെ ഇത് തീരുമാനം എടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പിന്നെ അവിടെ എങ്ങനെ ന്യായം നീതിയൊക്കെ നടത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നതിന് ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ നോക്കുകുത്തികളാണെന്ന് നമുക്കറിയാം. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവരിതുവരെ ചെയ്ത് ഏതെങ്കിലും കാര്യം ശ്ലാഘിക്കപ്പെടാവുന്ന ഒരു സംഭവം നമുക്കാർക്കും പറയാൻ പറ്റില്ല. അടുത്തിടയ്ക്കൊന്നും അങ്ങനെ സംവിധാനമുണ്ടോ എന്ന് കേട്ടിട്ടില്ല. ശ്രീ നാരായണക്കുറിപ്പ് ഇരുന്നപ്പോഴോ മറ്റോ ആണ് അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ആരാണെന്ന് പോലും അറിയില്ല. അല്ല, ആളറിയാം, ആളെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ അത് ഏത് ആവശ്യമുണ്ടെങ്കിലും ശരി അദ്ദേഹത്തിനൊക്കെ കമ്മീഷനായിട്ടും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പിന്നെ ഏകാംഗ അന്വേഷണ വ്യക്തികളുമായിട്ടും ഒക്കെ അദ്ദേഹത്തിനെ നിയമിക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. കാരണം അങ്ങനെയുള്ള വ്യക്തികളെ ഈ സാധനം, ഈ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിർജ്ജീവമായി കിടക്കുന്ന ഇതിനെ ഒന്നിൽ ഒഴിവാക്കുക, അതല്ലെങ്കിൽ കൊള്ളാവുന്നതിനെ കൊണ്ട് നിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ശക്തമായ നടപടി സ്വീകരിക്കാവുന്ന കൊള്ളാവുന്നവരെ വയ്ക്കുക. അല്ലാണ്ട് ശ്രീ സുഭാഷ് ബാബു ഇടപെടേണ്ടി വരുന്നത്. ശ്രീ CR നീലകണ്ഠൻ, അവസാനമായി നമുക്ക് അറിയാനുള്ളൊരു കാര്യം, നമുക്ക് ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥന് അങ്ങേയറ്റത്തെ വീഴ്ച വരുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ഏകോപനക്കുറവാണോ പ്രശ്നം? അതല്ല നല്ല സമർത്ഥരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് മറ്റേതെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വകുപ്പുകളിലേക്ക് വരെ കൊണ്ട് ഇട്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചില പിടിപ്പുകേടിൻ്റെ കൂടി ഭാഗമാണോ? ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി പരാജയമാണോ? പിന്നെ ഒന്ന് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെ പൂർണ്ണാർത്ഥത്തിൽ ഒരു നീതി ആ കുടുംബത്തിന്, കാരണം എല്ലാം തകർന്ന് എല്ലാവരും ഉറ്റവരെല്ലാം പോയി നിൽക്കുന്ന രണ്ട് ആളുകൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള അവരുടെ കൂടി ആവശ്യമാണ്. അതുകൂടി ഉൾക്കൊണ്ട് മറുപടി. എനിക്ക് വളരെ പ്രതീക്ഷ കുറവാണ്, വളരെ പ്രതീക്ഷ കുറവാണ്. കാരണം നമ്മൾ ഇതുപോലത്തെ ഓരോ കേസ് വരുമ്പോഴും നമ്മൾ പറയും പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണം. എത്ര കേസുകളിൽ പ്രതികളെയൊക്കെ വെറുതെ വിട്ടപ്പോൾ, ഞാൻ വാളയാർ കേസ് പോലെ തുടങ്ങിയാൽ വണ്ടിപ്പെരിയാർ കേസ്, പ്രതികളെയൊക്കെ വെറുതെ വിടുക. പാവപ്പെട്ട പെൺകുട്ടികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടാലും പ്രതികൾ വെറുതെ പോകും. അത് അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് വലിയ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടും, പ്രൊമോഷൻ കിട്ടും, ഒക്കെ കിട്ടും. അവർക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല. അപ്പൊ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ കുറിച്ച് സാറ് പറഞ്ഞു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് കുറെ ആളുകൾക്ക് നമുക്ക് സ്ഥാനം കൊടുത്തിരുത്താനും ചിലരെ മിണ്ടാതാക്കാനും ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് കമ്മീഷൻ അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്? അവർക്ക് അതിനുള്ള നിയമം, അവർക്ക് അതിനുള്ള അധികാരമുണ്ടോ? ഇനി അവർ പറഞ്ഞാൽ അത് ചെയ്യുമോ? നേരത്തെ പറഞ്ഞു പോലീസിലെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, പോലീസിൽ ക്രിമിനലുകൾ പാടില്ല. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അവനവൻ ക്രിമിനൽ ആവണമെന്നില്ല. ക്രിമിനലിനെ ഗൂഢാലോചന നടത്തി ക്രിമിനലിനെ സഹായിക്കുന്നവനും ക്രിമിനൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ക്രിമിനലാണ്. ഈ കൊലയ്ക്ക് അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ക്രിമിനൽ നടപടി പ്രക്രമം അനുസരിച്ച് അയാളെ ശിക്ഷിക്കുമോ? ഇപ്പൊ സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട സുധാകരൻ പോയി പരാതി കൊടുത്തതാണ്. ഭാര്യയെ കൊന്ന ആളാണ് ഇയാൾ. അയാൾക്കെതിരെ പരാതി കൊടുത്തത്.
അയാൾ നെന്മാറ താമസിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നുകിൽ ഗൗരവതരമായ ഡെറിലിക്ഷൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ല, കുറ്റം ചെയ്തിരിക്കുന്നു. അയാൾ അറിഞ്ഞിട്ടുണ്ട്, അറിയാതെ. രണ്ടാമത്, ഇനി അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള പിൻബലം കാണും. നമ്മുടെ നാട്ടിലെ പോലീസുകാര് നല്ല ആളുകളാണ് മിക്കവാറും ആളുകൾ. പക്ഷെ അതിന് വിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവർക്ക് ശക്തമായ ഭരണ പിൻബലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ആഭ്യന്തര വകുപ്പിലേക്കും മറ്റ് രാഷ്ട്രീയത്തിലേക്കും ഒക്കെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ പാർട്ടികളൊന്നും പറയുന്നില്ല, ഏത് പാർട്ടിക്കാർക്കും ഇത് പോലീസിൽ സ്വാധീനം ഉണ്ടാവാം. ഭരണത്തിന് അത് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു. ഒപ്പം CR നീലകണ്ഠൻ. ഇത്തരം ചെന്താമരകൾ മൊട്ടിടാതിരിക്കട്ടെ, ഇത്തരം ചെന്താമരകൾക്ക് വെള്ളമൊഴിക്കുന്ന പോലീസിലെ പുഴുക്കുത്തുകൾ ഉണ്ടാകാതിരിക്കട്ടെ.